സമകാലികരായ 2 വിദ്യാർത്ഥികളിൽ ഒരാൾ ദേവദാസനും മറ്റൊരാൾ മാർപ്പാപ്പയുമായതിൻ്റെ സന്തോഷം പങ്കുവച്ച സന്യാസിനിയുടെ വാക്കുകൾ ശ്രദ്ധേയമാകുന്നു. ചിക്കാഗോയിലെ തിയോളജിക്കൽ കോളേജിൽ ഒരേ കാലത്ത് പഠിച്ചിരുന്ന വിദ്യാർത്ഥികളെക്കുറിച്ച് സിസ്റ്റർ ഡയാൻ ബെർഗൻ്റാണ് ശ്രദ്ധേയമായ വെളിപ്പെടുത്തൽ നടത്തിയത്. ദേവദാസൻ എസക്കിയേൽ റാമിനും ലയോ 14 പാപ്പയുമായിരുന്നു തൻ്റെ വിദ്യാർത്ഥികളെന്ന് സിസ്റ്റർ പറഞ്ഞു. ലയോ 14 ആദരിക്കാൻ ചിക്കാഗോയിലെ വൈറ്റ് ഡോഗ്സിൻ്റെ ആസ്ഥാനമായ റേഡ് ഫീൽഡിൽ നടന്ന സമ്മേളനത്തിൽ സംസാരിക്കുകയായിരുന്നു സിസ്റ്റർ ബെർഗൻറ്റ്. വിസ്കോൺസിനിലെ സെൻറ്റ് ആഗ്നസ് സിസ്റ്റേഴ്സ് സഭാംഗമായ സിസ്റ്റർ ബെർഗൻറ്റ് ചിക്കാഗോ തിയോളജിക്കൽ സെമിനാരിയിൽ മാസ്റ്റേഴ്സ് വിദ്യാർത്ഥിയായിരിക്കെ ലയോ 14 പഠിപ്പിച്ചിട്ടുണ്ട്. 1978 പാപ്പ തിയോളജിക്കൽ യൂണിയനിൽ ചേർന്നത്. കോമ്പോണി മിഷണറിയായ എസക്കിയേൽ റാമിൻ 1979 ഇവിടെ നിന്നും ബിരുദം നേടിയത്. അന്നത്തെ റോബർട്ട് പ്രൊവോസിലെ സാധ്യതകൾ തിരിച്ചറിഞ്ഞിരുന്നോ എന്ന ചോദ്യത്തിന് മറുപടിയായാണ് എസക്കിയേൽ റാമിനെക്കുറിച്ച് സിസ്റ്റർ പരാമർശിച്ചത്. ഭൂവുടമകൾക്കെതിരെ കർഷകരെ സംഘടിപ്പിക്കാൻ സഹായിച്ചതിന് രക്തസാക്ഷിയായ വ്യക്തിയാണ് റാമിൻ. വൈദികനായ ശേഷം വിവിധ സ്ഥലങ്ങളിൽ സേവനം ചെയ്ത ഫാദർ റാമിൻ 1984 ബ്രസീലിലെത്തിയത്. പ്രദേശത്തെ കർഷകരുടെ ദുരവസ്ഥ മനസ്സിലാക്കിയ അദ്ദേഹം അവരുടെ ഉന്നമനത്തിനു വേണ്ടി പ്രയത്നിച്ചു. 1.5 വർഷത്തിന് ശേഷം ബ്രസീലിലെ ഒരു ഫാമിൽ വെച്ച് അക്രമികൾ അദ്ദേഹത്തെ വെടിവെച്ച് കൊലപ്പെടുത്തുകയായിരുന്നു. 50ലധികം തവണ വെടിയേറ്റ് കൊല്ലപ്പെടുമ്പോൾ ഫാദർ റാമിന് 32 വയസ്സായിരുന്നു പ്രായം. അദ്ദേഹത്തിൻ്റെ മരണത്തിൻ്റെ തൊട്ടു പിന്നാലെ വിശുദ്ധ ജോൺ പോൾ II പാപ്പ അദ്ദേഹത്തെ ദാനധർമ്മത്തിൻ്റെ രക്തസാക്ഷിയായി പ്രഖ്യാപിച്ചു. ഫാദർ റാമിൻ്റെ വിശുദ്ധ പദവി പ്രഖ്യാപനത്തിനുള്ള നടപടികൾ പുരോഗമിക്കുകയാണ്. ലയോ 14 ആദരവ് സമ്മേളനത്തിൻ്റെ ഭാഗമായി റാലിയും വിശുദ്ധ കുർബാനയും ഉണ്ടായിരുന്നു.